ഇന്നത്തെ കഥയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഷാരിയും സരയും കൂടെ പ്രകാശനെയും വിക്രത്തിനെയും ഇട്ട് മൂപ്പിക്കുകയാണ്. എന്ത് കഴിഞ്ഞാലും പോലീസ് സ്റ്റേഷനിൽ പോയി കേസ് കൊടുക്കണം, എന്ത് കഴിഞ്ഞാലും ഇനി അവൾ ആരുടെ ദേഹത്ത് ഇതുപോലെ കൈവെക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രകാശനും തോന്നുകയാണ്, ശരിയാ, എൻ്റെ മോൻ്റെ ദേഹത്ത് കൈവച്ചിട്ട് അവളങ്ങനെ തല ഉയർത്തിപ്പിടിച്ച് നടക്കണ്ട. പോലീസ് സ്റ്റേഷൻ എങ്കിൽ പോലീസ് സ്റ്റേഷൻ, കേസ് എങ്കിൽ കേസ്. പ്രകാശൻ രണ്ടും ഉറപ്പിച്ചിട്ടാണ്. അപ്പോഴും വിക്രം ഇങ്ങനെ ഡൗട്ട് അടിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം സരയു ചോദിക്കുന്നുണ്ട്, ഇത്ര ആലോചിക്കാൻ എന്താടാ? മനുഷ്യൻ ഏറ്റവും വലുതേ ആത്മാഭിമാന. നിന്റെ മുമ്പിൽ ഒന്നും ആയിരുന്നില്ല ആ കല്യാണി എന്ന് പറയുന്നവൾ. പക്ഷെ ഇന്നോ നീ അവൾക്ക് മുമ്പിൽ വെറും കുമിളയായി തീർന്നിരിക്കുക. ഇതൊക്കെ കേൾക്കുന്ന സമയത്ത് പ്രകാശന് കല്യാണിയോടുള്ള ദേഷ്യം ഇങ്ങനെ ഇരച്ച് കയറുന്നുണ്ട്. അപ്പം സരയു വീണ്ടും പറയാണ്, നിനക്ക് നിന്റെ വ്യക്തിത്വം നിലനിർത്തണമെങ്കിൽ നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം നീയും ചെയ്യണം. അപ്പം ദേഷ്യത്തോടെ ഇരച്ച് കയറിക്കൊണ്ട് പ്രകാശൻ ചോദിക്കുന്നുണ്ട്, ഡാ അവർ പറഞ്ഞത് ശരിയാ, നിനക്കേ അവളുടെ മോളിൽ കയറിപ്പോണ്ടേ? എത്ര നാൾ നീ ഇങ്ങനെ തലതാഴ്ത്തി നടക്കും? എല്ലാം സഹിച്ചങ്ങനെ നിൽക്കണ്ട, നമുക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്തു തരാമെന്ന് ഇവർ പറയുന്നത്, പിന്നെ നമ്മൾ എന്തിനാ അമാന്തിച്ച് നിൽക്കണം? അപ്പം ഷാരി സരയും തലയാട്ടുകയാണ്. എന്നിട്ട് പ്രകാശൻ ദേഷ്യത്തോടെ തന്നെ ഷാരിയോടും പറഞ്ഞു കൊടുക്കുകയാണ്, അവളെ കൊന്നിട്ട് ജയിലിൽ പോകാൻ നടക്കുക ഞാൻ, അങ്ങനെ എൻ്റെ മോളിലേക്ക് അവൾ പോണ്ട. അത് കേൾക്കുന്ന സമയത്ത് ഷാരിക്കും സരയുവിനും കുറച്ചുകൂടി സന്തോഷമാവുകയാണ്. കാരണം പ്രകാശൻ അവരെ റൂട്ടിൽ വന്നതും മനസ്സിലായി, അവർക്ക് കല്യാണിയോടുള്ള പ്രതികാരം ചെയ്യാനുള്ള ഒരാളെ കിട്ടിയെന്നുള്ളൊരു സന്തോഷമായി. അപ്പം പ്രകാശൻ പറയാണ്, ഇനി മുന്നും പിന്നും ചിന്തിക്കാനില്ല, കേസെങ്കിൽ കേസ്, കോടതി എങ്കിൽ കോടതി. അപ്പം സരയു വീണ്ടും വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, വിക്രം, നിനക്ക് അങ്ങനെ ഒരു ചിന്ത വരുന്നില്ലേ? അവളെ കൊല്ലണമെന്ന് നീയും ആഗ്രഹിക്കുന്നില്ലേ? അപ്പോൾ അവൾക്കെതിരെ കേസ് കൊടുത്തൂടെ? അപ്പോഴും വിക്രം ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് നിൽക്കുകയാണ്. വിക്രത്തിന് എടുത്തു ചാടാനും പേടിയുണ്ട്, കാരണം വിക്രം തെറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, ഇവർക്കൊന്നും അത് അറിയില്ല. അപ്പം ഷാരി പറഞ്ഞു കൊടുക്കുകയാണ്, ഇതുപോലുള്ള അവസരങ്ങൾ വല്ലപ്പോഴുമേ വീണ് കിട്ടൂ, അത് പരമാവധി നമ്മൾ മുതലാക്കണം. അപ്പം വിക്രവും പ്രകാശനും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. അപ്പം പെട്ടെന്ന് സരയു ചോദിക്കുന്നുണ്ട്, അല്ല, നിനക്ക് തല്ലുകൊണ്ടത് CCTV ഒക്കെ ഉള്ള ഭാഗത്ത് വെച്ചാണോ? ആ അതെ. അപ്പം സരയു സന്തോഷത്തോടെ പറയുന്നുണ്ട്, ആഹാ, എന്നാൽ പിന്നെ ഒന്നും നോക്കാനില്ല, സാക്ഷികളും ഉണ്ടല്ലോ. അപ്പം പ്രകാശൻ പറയാം, അതെ, സാക്ഷികളും ഉണ്ട്. മക്കളെ വാ, ഇപ്പം തന്നെ പോയി പരാതി കൊടുക്കാം. പ്രകാശൻ ഭയങ്കര എനർജറ്റിക്കായി. അപ്പം വിക്രം ആലോചിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അച്ഛാ, അതിലൊരു പ്രശ്നമുണ്ട്, അന്നത്തെ SI തന്നെയാണ്, അയാളത്ര ശരിയൊന്നുമല്ല. അപ്പോൾ സരയുവിന് ദേഷ്യം വരികയാണ്. സരയു പറയുന്നുണ്ട്, അയാൾ ഇനി എത്ര ശരിയല്ലെങ്കിലും നിൻ്റെ ഭാഗത്ത് ന്യായം ഉണ്ടെങ്കിൽ കേസ് എടുത്തേ പറ്റൂ. അപ്പോഴേക്ക് പ്രകാശനും പറയുന്നുണ്ട്, ഇവൻ്റെ ഭാഗത്താണ് ന്യായം, അതിന് സാക്ഷികളുണ്ട് അവിടെ, ഇനി മുന്നും പിന്നും നോക്കാനൊന്നുമില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ പോകുന്നു, പരാതി കൊടുക്കുന്നു. അവളും കുറച്ച് നടക്കട്ടെ, അങ്ങനെ എൻ്റെ മോനേക്കാളിലും മുകളിലേക്ക് അവൾ പോണ്ട. എടാ മോനെ വാ, ഞങ്ങളെ ഇപ്പം തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് പോവാ. ഒക്കെ പ്രകാശന് ഒറ്റ തീർപ്പ് തന്നെ, ശ്വാസത്തിൽ തന്നെ പറഞ്ഞു തീർക്കുകയാണ്. കാരണം അത്രയ്ക്ക് കല്യാണിയോട് ദേഷ്യം ഇങ്ങനെ ഇരച്ച് കയറുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഷാരിയോട് സരയിനോടായിട്ട് പറയുന്നുണ്ട്, ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിക്കാം. ശരി. എന്നിട്ട് വിക്രത്തിനെയും കൂട്ടിയിട്ട് അവിടുന്ന് പോവുകയാണ്. അവർ രണ്ടുപേരും പോയതിനു ശേഷം ഷാരി സരയുവിനോട് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഇതിനു വേണ്ടി എത്ര പണം വേണമെങ്കിലും മുടക്കണം മോളെ. അപ്പം സരയു സന്തോഷത്തോടു കൂടി പറയാണ്, സ്വർണ്ണ ഇരിപ്പുണ്ടല്ലോ, 2-3 പവൻ വിറ്റാൽ തന്നെ കാര്യം നടത്താവുന്നതേ ഉള്ളൂ അമ്മേ, എന്നാലും കുഴപ്പമില്ല അമ്മേ. അവൾ ജയിലിൽ കിടക്കുന്നത് കാണാൻ കഴിയുമെങ്കിൽ അതിനും അപ്പുറം ഒന്നുമില്ല. സരയുവിനും പ്രകാശനെ കൊണ്ട് പറഞ്ഞതുപോലെ തന്നെ കല്യാണിയോടുള്ള ദേഷ്യം ഇങ്ങനെ ഇരച്ച് കയറി വരുന്നുണ്ടായിരുന്നു. പ്രകാശനും വിക്രവും നേരെ SIയുടെ മുന്നിലേക്കാണ് പോകുന്നത്. അപ്പോൾ കോൺസ്റ്റബിൾ പറയുന്നുണ്ട്, സർ, ഇവർക്കൊന്ന് കാണണമെന്ന്. അപ്പോൾ ഇവരെ രണ്ടുപേരും കണ്ടപ്പോൾ തന്നെ SI കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നീയൊക്കെയാണോടാ കാണാൻ വന്നത്? അപ്പോൾ അവർ രണ്ടുപേരും പരസ്പരം മുഖത്തോട് മുഖം നോക്കുകയാണ്. എന്നിട്ട് പ്രകാശൻ പറയുന്നുണ്ട്, ഒരു പരാതിയുണ്ട് സാറേ. അപ്പം SI കളിയാക്കിക്കൊണ്ട് ചോദിക്കുകയാണ്, നിങ്ങളെക്കുറിച്ച് വേറെ ആർക്കെങ്കിലും ആണോ അതോ നിങ്ങൾക്കാണോ? അപ്പം ദേഷ്യത്തോടെ തന്നെ പ്രകാശൻ സഹിച്ച് കടിച്ചു പിടിച്ചിട്ട് പറയുന്നുണ്ട്, സാർ, ഇവൻ്റെ കവളത്തേക്കൊന്ന് സൂക്ഷിച്ച് നോക്കണം സാർ. അപ്പം വിക്രത്തിനെ നോക്കിക്കൊണ്ട് SI കളിയാക്കിയിട്ട് പറയാണ്, ആരോ നന്നായിട്ട് പെരുമാറിയ ലക്ഷണമുണ്ടല്ലോടാ. അപ്പം വിക്രം ദേഷ്യത്തോടെയാണ് പറയുന്നത്, പെരുമാറി സാറേ, അവർക്കെതിരെ തന്നെയാണ് പരാതിയായി വന്നിട്ടുള്ളത്. ഇങ്ങ് തന്നേ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിൻ്റെ കയ്യിലിരിക്കുന്ന പേപ്പറിന് ചോദിക്കുകയാണ് SI. അപ്പം വിക്രം കയ്യിലിരിക്കുന്ന പേപ്പർ കൊടുക്കുന്നുണ്ട്, പരാതിയായിരുന്നത്. അത് വായിച്ചതിന് ശേഷം അയാൾ ചോദിക്കുന്നുണ്ട്, ഇതിനകത്ത് എഴുതിയിരിക്കുന്ന ഈ കല്യാണി നിൻ്റെ പെങ്ങൾ കല്യാണിയാണോ? അപ്പം വിക്രം പറയും, അതെ സാറേ. അപ്പം SI സൂക്ഷിച്ചൊന്ന് വിക്രത്തിനെ നോക്കുകയാണ്. അപ്പോൾ പ്രകാശൻ വേഗം പറയുന്നുണ്ട്, സാറേ, റോഡിൽ വെച്ച് ഇവനെ കണ്ടപ്പോൾ ഒരു കാരണമില്ലാതെ ഇവനെ കയറി തല്ലുമായിരുന്നു. അപ്പോൾ SI പറയുന്നുണ്ട്, ഇവനെ തല്ലണമെങ്കിൽ അതിന് തക്കതായ ഒരു കാരണം ഉണ്ടാവും. അതിനുശേഷം വിക്രത്തിനോട് ചോദിക്കുകയാണ്, ഇന്നലെ നിൻ്റെ മുൻ ഭാര്യ സോണിയുടെ വീട്ടിലൊരു മോഷണം നടന്നില്ലേ? അപ്പം വിക്രം ചെറുതല്ലാത്ത രീതിയിലൊന്ന് പതറുവാണ്. അപ്പം പ്രകാശന് വലിയ കുലുക്കമൊന്നുമില്ല. പ്രകാശൻ വിക്രത്തിനെ നോക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് പോലീസുകാർ SI പറയുന്നുണ്ട്,
3 ചെറുപ്പക്കാർ മുഖംമൂടി ധരിച്ച് അകത്തേക്ക് കിടന്നിട്ട് സോണിയുടെ ഭർത്താവിനെ തലക്കടിച്ച് വീഴ്ത്തിയിട്ട് സ്വർണം കൊണ്ട് കവർന്നു എന്നാണ് പരാതി. അതുമായിട്ട് നിനക്കെന്തെങ്കിലും ബന്ധമുണ്ടോ? അപ്പം പെട്ടെന്ന് തന്നെ വിക്രം പറയുന്നുണ്ട്, ഉയ്യോ ഇല്ല സാറേ. അപ്പം എസ് ഐ പറയുന്നുണ്ട്, ഞാനേ ഇവിടെയുള്ള മോഷ്ടാക്കളുടെ ലിസ്റ്റ് എടുത്ത് വെച്ചിരിക്കുക, ആ കൂട്ടത്തിൽ നീയും നിൻ്റെ കൂട്ടുകാരും ഉണ്ട്. അപ്പോഴേക്കും പ്രകാശം പറയുന്നുണ്ട്, സാറേ അതുമായിട്ട് ഇവന് യാതൊരു ബന്ധവുമില്ല സാറേ. അപ്പം പെട്ടെന്ന് തന്നെ എസ് ഐ ചോദിക്കുക, അത് നിനക്കാണോ അറിയുന്നത്? അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട്, ഇവന് സ്ത്രീകളുടെ കഴുത്തിൽ കിടക്കുന്ന മാല മോഷണമായിട്ട് ബന്ധമുണ്ടല്ലോ. അപ്പോൾ പ്രകാശം വേഗം പറയാം, സാറേ ആ കേസിൽ നിരപരാധിയാണെന്ന് തെളിഞ്ഞതല്ലേ സാർ? അപ്പോൾ എസ് ഐ കളിയാക്കിക്കൊണ്ട് പറയാണ്, ഇവൻ നിരപരാധിയാണെന്ന് തെളിയാനുള്ള കാരണമൊക്കെ എനിക്കറിയാം. പിന്നെ ആ കല്യാണി മാഡം അങ്ങനെ തെറ്റൊന്നും ചെയ്യുന്ന കൂട്ടത്തിലല്ല. അപ്പോൾ പ്രകാശനും വിക്രത്തിനും ദേഷ്യം വരുന്നുണ്ടായിരുന്നു കല്യാണിയുടെ മഹത്വം ഇങ്ങനെ പാടുന്ന കേൾക്കുന്ന സമയത്ത്. അപ്പോൾ എസ് ഐ പറയുന്നുണ്ട്, ഞങ്ങൾ പോലീസുകാർക്ക് പോലും മാഡത്തോട് നല്ല മതിപ്പാ. അങ്ങനെയുള്ളപ്പോൾ ഈ കംപ്ലൈൻറ്റിൻ്റെ കാര്യമുണ്ടോ? എസ് ഐ ചോദിക്കുകയാണ്. അപ്പോൾ പ്രകാശൻ തീർത്തു പറയുന്നുണ്ട്, സാറേ ഞങ്ങൾക്ക് പരാതിയുണ്ട്. അത് കഴിഞ്ഞ് വിക്രത്തിൻ്റെ മുഖത്തേക്ക് ചൂണ്ടിക്കൊണ്ട് പ്രകാശൻ പറയുന്നുണ്ട്, സാറേ ഈ പാട് കണ്ടോ, ഇതിനി മാറണമെങ്കിൽ കുറേ നാളുകളെടുക്കും. അതുപോലെയാണ് അവൾ ഇവൻ്റെ മുഖത്തേക്ക് തല്ലിച്ചതച്ചത്. അപ്പോൾ എസ് ഐ പുച്ഛത്തോടെ കളിയാക്കിക്കൊണ്ട് പറയാണ്, എങ്ങനെയൊക്കെ നിന്നെയൊക്കെ തല്ലാതിരിക്കൂടാ, പെൺമക്കൾ ജനിച്ചാ അവരെ കൊല്ലണമെന്ന് പറയുന്ന ഒരു അച്ഛൻ, നാട് നീളെ തെണ്ടി നടക്കുന്ന ഒരു മകൻ, നിന്നെയൊക്കെ ആരെങ്കിലും തല്ലിയില്ലെങ്കിലേ ഉള്ളൂ അത്ഭുതം. എന്തായാലും ഞാനിതൊന്ന് പഠിക്കട്ടെ, കുറച്ചു നേരം രണ്ടുപേരും പുറത്തു നിൽക്ക് എന്ന് പറഞ്ഞിട്ട് പ്രകാശനെ വിക്രത്തിനെയും പുറത്തേക്ക് അയക്കുകയാണ്. അപ്പോൾ രണ്ടുപേരും പുറത്തേക്ക് ഇറങ്ങുന്ന സമയം കൊണ്ട് അയാൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കല്യാണിയെ കോൾ ചെയ്യുകയാണ്. അവർ രണ്ടുപേരും പുറത്തെത്തിയിട്ട് കുറച്ച് നേരം കഴിയുമ്പോഴേക്കും കല്യാണി അഡ്വക്കേറ്റിനെയും കൊണ്ട് അവിടെ പോലീസ് സ്റ്റേഷൻ്റെ മുന്നിൽ എത്തുന്നുണ്ടായിരുന്നു. കല്യാണിയെ കാണുന്ന സമയത്ത് പ്രകാശം വിക്രത്തിനോട് ചോദിക്കുന്നുണ്ട്, ഡാ അവൾ വക്കീലൊക്കെ ആയിട്ടാണല്ലോ വന്നത്, ഇവളിത് ഇത്ര പെട്ടെന്ന് ഇതെങ്ങനെ വന്നു? അപ്പം വിക്രം പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അവളെ വരുത്താൻ വേണ്ടിയിട്ടായിരിക്കും നമ്മളോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞത്. ഓ അങ്ങനെ, സന്ധി സംഭാഷണത്തിന്. അപ്പം വിക്രം പരിഹസിച്ചിരിക്കുകയാണ്. അപ്പോഴേക്കും കല്യാണിയും അഡ്വക്കേറ്റും കൂടി ഇങ്ങോട്ടേക്കും അവരുടെ അടുത്തേക്ക് വരുന്നുണ്ടായിരുന്നു. കല്യാണിയും വക്കീലും അടുത്ത് വന്നതിന് ശേഷം കല്യാണി പ്രകാശനെ തന്നെ സൂക്ഷിച്ച് തുറിച്ച് നോക്കുകയാണ്. അത് കാണുന്ന സമയത്ത് പ്രകാശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കുട്ടിക്കാലത്ത് എന്നെ കണ്ടു കഴിഞ്ഞാൽ പേടിച്ച് മുള്ളുന്നവളായിരുന്നു, എന്നെ ഒന്ന് നോക്കാൻ പോലും ഭയമുള്ളവളായിരുന്നു, എൻ്റെ മോനെ തല്ലാറായില്ലടി നീ. അപ്പോഴേക്കും കല്യാണി അതേ ദേഷ്യത്ത് പറയുന്നുണ്ട്, ഇവനെ ശരിക്കും ഇവൻ്റെ മുഖത്ത് അടിക്കുകയല്ല വേണ്ടത്, ഇവൻ്റെ കഴുത്ത് ഞരിച്ച് കൊല്ലുക വേണ്ടത്. ഡിയേ പ്രകാശൻ ദേഷ്യത്തോടെ വിളിക്കുകയാണ്. അപ്പോൾ കല്യാണിയും പറയുന്നുണ്ട്, ഇവൻ ചെയ്ത തെറ്റുകൾ എന്താണെന്ന് നിങ്ങൾക്കറിയില്ല. അപ്പോൾ വിക്രം ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നല്ലൊരു ജീവിതം നിനക്ക് കിട്ടിയപ്പോൾ ഈ ലോകം പിടിച്ചടക്കിയതുപോലെയാണല്ലോ നടക്കുന്നത്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, അതേടാ ഇന്ന് ലോകം പിടിച്ചടക്കിയതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ പ്രകാശം പുച്ഛത്തോടെ ചിരിക്കുകയാണ്. അപ്പോൾ കല്യാണി കോൺഫിഡൻസോട് കൂടി പറയുന്നുണ്ട്, എനിക്ക് നല്ലൊരു ജീവിതം കിട്ടി, നല്ലൊരു ഭർത്താവിനെ കിട്ടി, അതിലുപരി നിങ്ങളും നിങ്ങളുടെ അമ്മയും കൂടെ കളഞ്ഞ എൻ്റെ ശബ്ദം ഉണ്ടല്ലോ, അതും എനിക്ക് തിരിച്ചു കിട്ടി. അത് പ്രകാശന് ചെറുതായിട്ട് കൊണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ കല്യാണി പറയുക, അതൊരു ചെറിയ കാര്യമൊന്നുമല്ല, ഇന്നൊരു കമ്പനിയുടെ MD ഞാൻ, ഇതൊക്കെ ഒരുപാട് കഷ്ടപ്പാട് കൊണ്ട് നേടിയതാ ഞാൻ. അപ്പോൾ പ്രകാശം പുച്ഛത്തോട് ചോദിക്കുകയാണ്, എന്തോന്ന് കഷ്ടപ്പാട്? ആ ശരിയാ, വക്കീലിനെ നേരെ തിരിഞ്ഞിട്ട് പറയുകയാണ്, ഇവള് ഒരുപാട് കഷ്ടപ്പാട് കൊണ്ട് നേടിയെടുത്തത് ഇതൊക്കെ, ധനികനായ ഒരു മണ്ടനെ വളച്ചെടുത്ത്. അപ്പോൾ കല്യാണിയും വെല്ലുവിളിയോടെ പറയുന്നുണ്ട്, അതെ, പക്ഷെ ഞാൻ വളച്ചെടുത്ത ആ മണ്ടൻ ആരുടെയും തലക്കടിച്ച് മോഷണം നടത്തിയിട്ടില്ല, ആരെയും കരയിപ്പിച്ചിട്ടുമില്ല. അത് കേൾക്കുന്ന സമയത്ത് വിക്രം ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. അപ്പം പ്രകാശൻ ദേഷ്യത്തോട് ചോദിക്കുകയാണ്, എൻ്റെ മോൻ ആരെ തലക്കടിച്ചു എന്നാ നീ പറയുന്നേ, എന്തെങ്കിലും തെളിവുണ്ടോ നിൻ്റെ കയ്യിൽ? അപ്പോഴേക്കും വിക്രം വേഗം പറയുന്നുണ്ട്, ഇവള് വല്ല സ്വപ്നവും കണ്ടതായിരിക്കും. അല്ലടാ, അതെൻ്റെ സ്വപ്നമല്ല, നടന്ന കാര്യങ്ങളാ. കല്യാണി സർവ്വദേശത്തോടും കൂടി വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി പറയാണ്. അത് അത്രയും കോൺഫിഡൻസോടെ പറയുന്നത് കേട്ടപ്പം പ്രകാശന് ചെറുതായിട്ടൊരു ഭയം തോന്നുന്നുണ്ട്, ഇനി വിക്രം അങ്ങനെ ചെയ്തിട്ടുണ്ടാവുമോ എന്ന് ആലോചിച്ചിട്ട്. അതേസമയം കല്യാണി വിക്രത്തിൻ്റെ മുഖത്ത് നോക്കി പറയാണ്, സോണി ഒരിക്കലും രണ്ടാമതൊരു വിവാഹം കഴിക്കുമെന്ന് നീ സ്വപ്നത്തിൽ പോലും കരുതിയില്ല. അത് നടന്നപ്പോൾ നിൻ്റെ മനസ്സമാധാനം പോയി, നിൻ്റെ തല താഴ്ന്നു പോയി, അതിന് പകരം വീട്ടിയതാ നീ. മോഷ്ടിക്കാൻ സോണിയുടെ വീട്ടിൽ കയറിയിട്ട് സോണിയുടെ ഭർത്താവിൻ്റെ തല അടിച്ച് പൊളിച്ചതാ. അത് കേൾക്കുമ്പോഴേക്കും പ്രകാശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, നിർത്തടി. കല്യാണി അച്ഛൻ്റെ നേരെ നോക്കുകയാണ്. അപ്പം പ്രകാശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, കാട് കയറി അങ്ങ് പോവല്ലേ നീ, ഞങ്ങളോട് വിരോധമുണ്ടെന്ന് കരുതി കെട്ടുകഥ വല്ലതും കെട്ടി ചമച്ചാലുണ്ടല്ലോ. എൻ്റെ മകൻ്റെ കവിളത്തടിച്ചതിനെ നിൻ്റെ കവിളടിച്ച് പൊട്ടിക്കുക വേണ്ടത്. അത് ഞാൻ ചെയ്യാത്തത് എന്താണെന്നറിയോ, ഇത് കേസായി കഴിഞ്ഞു. വക്കീലേ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്ക്. ഞാൻ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എനിക്കെതിരെ തെളിവുണ്ടാക്കാൻ നിനക്ക് പറ്റുമല്ലോ, അങ്ങനെ നീ സുഖിക്കണ്ട. ഇത് പോലീസ് സ്റ്റേഷനാ. അയാളുടെ വീമ്പ് പറച്ചിൽ കേൾക്കുന്ന സമയത്ത് കല്യാണി പറയുന്നുണ്ട്, ഇനി എനിക്ക് നേരെ നിങ്ങളുടെ കൈ പൊങ്ങില്ല, അതിനുള്ള ശക്തിയൊന്നും നിങ്ങൾക്കില്ല. അത് കേൾക്കുന്ന സമയത്ത് പ്രകാശിന് ചെറുതായിട്ടൊരു ഇത് വരുന്നുണ്ടായിരുന്നു. കാരണം ഇത്രയും കാലം അവളുടെ മുന്നിൽ വലിയൊരാളായിട്ട് നിന്നൊരു വ്യക്തിയാണല്ലോ.
അപ്പം കല്യാണി പറയുന്നുണ്ട്, ഞാനേ രണ്ടും കൽപ്പിച്ചിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ എന്നെ പഠിപ്പിച്ചില്ലല്ലോ, ഇവനെ പഠിക്കാൻ വിട്ടല്ലോ. ഇവൻ ഡിഗ്രിക്ക് ഫൈനൽ ഇയറിന് തോറ്റെങ്കിലും അതുവരെ പോയല്ലോ. എന്നാ അത്ര ഫ്ലുവൻ്റായിട്ട് എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയില്ലെങ്കിലും ഞാൻ സംസാരിക്കുന്ന ഇംഗ്ലീഷ് പോലും ഇവനിക്കൊരിക്കലും പറയാൻ കഴിയില്ല. അപ്പം വിക്രം അതിന് തിരിച്ച് മറുപടി ഒന്നും പറയുന്നില്ല. കാരണം കല്യാണി പറയുന്നത് ശരിവെക്കുകയാണ്. പക്ഷേ പ്രകാശൻ അപ്പോഴും പുച്ഛത്തോടെയാണ് നിൽക്കുന്നത്. അപ്പം കല്യാണി പറയുന്നുണ്ട്, ഞാനിപ്പോൾ പല മീറ്റിങ്ങുകളും അറ്റൻഡ് ചെയ്യുന്നുണ്ട്. എൻ്റെ കമ്പനിയുടെ MD എന്ന നിലയിൽ അവിടെയൊക്കെ തല ഉയർത്തിപ്പിടിച്ച് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. എന്ന് വെച്ചാൽ ചുരുങ്ങിയ നാളുകൊണ്ട് തന്നെ നേടേണ്ട വിദ്യാഭ്യാസം ഞാൻ നേടിയെന്നർത്ഥം. എന്നാൽ സ്കൂളും കോളേജും കണ്ടവനെ ഇന്ന് തിരഞ്ഞെടുക്കേണ്ടി വന്നത് മോഷണത്തിൻ്റെ വഴിയാണ്. അതിന് ഒരാൾ മാത്രം കാരണം, നിങ്ങളെന്ന അച്ഛൻ എന്ന് പറഞ്ഞ് പ്രകാശന് നേരെ കൈ ചൂണ്ടുവാണ്. പ്രകാശന് സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. പ്രകാശൻ ദേഷ്യത്തോടെ പറയുന്നുണ്ട്, ഡീ കൈ ചൂണ്ടരുത് എൻ്റെ നേരെ. അപ്പം കല്യാണി അതേ ദേഷ്യത്തോട് കൊടുത്ത് ഞാൻ തിരിച്ച് മറുപടിയും കൊടുക്കുന്നത്, 1000 വട്ടം ഞാൻ ചൂണ്ടും, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അർദ്ധരാത്രിയിൽ പോലും പെൺകുട്ടികൾ പുറത്തിറങ്ങുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ പെൺകുട്ടികളെ വെറുക്കുന്ന നിങ്ങൾക്ക് നിങ്ങൾ സ്നേഹിച്ച ഈ ആൺകുട്ടിയെ കൊണ്ട് എന്ത് നേട്ടമാണ് ഉണ്ടായത്? ഒന്നിനും മറുപടി പറയാനില്ലാതെ തല താഴ്ത്തിയിട്ടാണ് പ്രകാശൻ കല്യാണിയുടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പം വെല്ലുവിളിച്ചുകൊണ്ട് തന്നെ കല്യാണി പറയുന്നുണ്ട്, പിന്നെ നിങ്ങൾക്ക് ഇവനെ കൊണ്ട് ഒരു നേട്ടം ഉണ്ടാകും, മരണം. കരയാനുള്ള ഒരുപാട് കാരണങ്ങൾ ഇവൻ ഉണ്ടാക്കിത്തരും. ഇവനെ ഓർത്ത് നെഞ്ചുപൊട്ടി നിങ്ങൾക്ക് കരയേണ്ടി വരും. അപ്പം വിക്രം ദേഷ്യത്തോടെ കളിയാക്കിക്കൊണ്ട് പറയാണ്, ഇത്തിരി ഐശ്വര്യം വന്നതിൻ്റെ തള്ളലായി കേൾക്കുന്നത്. അതേടാ, അങ്ങനെ തന്നെയാ. അറ്റാക്ക് വന്ന് നിന്റെ അച്ഛൻ ഹോസ്പിറ്റലിൽ കിടന്നല്ലോ. രാജപ്പന് 10 ലക്ഷം കടമുണ്ടായിരുന്നല്ലോ. ആ 10 ലക്ഷവും ഹോസ്പിറ്റൽ ബില്ലും അടച്ചു തീർത്തത് ഞാനാ, അല്ലാതെ ഇങ്ങേര് രാജകുമാരൻ എന്ന് പറഞ്ഞാ നീയല്ല. എന്നിട്ടവൻ സംസാരിക്കുന്നു, എനിക്കെതിരെ ഇവൻ കേസ് ഫയൽ ചെയ്തെങ്കിൽ എനിക്ക് ജയിലിൽ കിടക്കാൻ ഒരു മടിയുമില്ല. പക്ഷേ ഇവനെപ്പോലെ ഒരുത്തനെ ഇനിയും വഴിയിൽ വെച്ച് കണ്ടാ ഞാൻ തല്ലും. അപ്പം വക്കീലും പറയുന്നുണ്ട് പ്രകാശനോട്, ഇനിയെങ്കിലും മോനെ ഒന്ന് നേരെ വളർത്താൻ നോക്ക്. അപ്പം പ്രകാശൻ കല്യാണിയോടുള്ള ദേഷ്യം കൂടെ ചേർത്ത് അയാളോട് പറയും, ഓ ഞങ്ങൾക്ക് മര്യാദ ഇല്ല സാറേ. ഈ മര്യാദക്കാരിയെ മര്യാദയ്ക്ക് കൂടി സാർ ഈ പോലീസ് സ്റ്റേഷനിലേക്കൊന്ന് കൊണ്ടുപോയാട്ടെ. എന്നിട്ട് വിക്രത്തിന് നേരെ തിരിഞ്ഞിട്ട് പ്രകാശൻ വീണ്ടും വിളിക്കുകയാണ്, വാടാ മക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് വിക്രത്തിനെയും കൂട്ടിയിട്ട് പോവുകയാണ്. അത് കണ്ടിട്ട് കല്യാണി വിചാരിക്കുന്നുണ്ട്, ഇയാൾക്ക് എത്ര കിട്ടിയാലും പഠിക്കില്ല എന്ന്. അപ്പം വക്കീലും പറയുന്നുണ്ട്, മക്കളെ കിട്ടാൻ അർഹതയില്ലാത്തവർക്ക് മക്കളെ കിട്ടിയാൽ ഇതുപോലെ ഇരിക്കും മാഡം. അപ്പോൾ കല്യാണിയും തലയനക്കുകയാണ്. അതിനുശേഷം കല്യാണിയും വക്കീലും കൂടെ അകത്തേക്ക് പോവുകയാണ്. അപ്പം SI പറയുന്നുണ്ട്, ആ ഇരിക്ക്, ഞാൻ പരാതി കിട്ടിയ ഉടനെ മാഡത്തെ വിളിക്കുമായിരുന്നു. അപ്പോൾ ചിരിച്ചുകൊണ്ട് കല്യാണിയും പറയുന്നുണ്ട്, എനിക്കറിയായിരുന്നു ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന്. കാരണം ഞാൻ തല്ലിയ സമയത്ത് അവൻ നിന്ന് തല്ലുകൊള്ളുമായിരുന്നു. പിന്നെ കവിളിലെ പാട് കണ്ടു കഴിഞ്ഞാൽ അവൻ്റെ അച്ഛനൊന്നും ചെയ്യാതിരിക്കില്ല. അപ്പോൾ അഡ്വക്കേറ്റ് ചോദിക്കുന്നുണ്ട്, അല്ല ജാമ്യം കിട്ടാൻ പാടൊന്നുമില്ലല്ലോ സാർ? അപ്പോൾ SI പറയുന്നുണ്ട്, ഒരു പാടുമില്ല. അപ്പം കല്യാണിയും അഡ്വക്കേറ്റും കൂടെ പരസ്പരം പുഞ്ചിരിക്കുകയാണ്. അപ്പോൾ SI പറയുന്നുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അവന്മാരെ കുറച്ചു നേരം പുറത്തിരുത്തിയത്. കല്യാണി മാഡം വന്നിട്ട് അവന്മാർ പോയാൽ മതി എന്ന് ഞാൻ തീരുമാനിച്ചു. അതിനുശേഷം കല്യാണിയോട് ചോദിക്കുന്നുണ്ട്, എന്താ മാഡം സംഭവിച്ചത്? അപ്പോൾ കല്യാണി പറയാണ്, എൻ്റെ നാത്തൂൻ്റെ വീട്ടിലൊരു മോഷണം നടന്നല്ലോ. നാത്തൂൻ്റെ ഭർത്താവിൻ്റെ തല തല്ലി പൊട്ടിച്ചിട്ടാണ് സ്വർണം കവർന്നു കൊണ്ട് പോയത്. ആ അത് ശരി, അതിൻ്റെ അന്വേഷണം നടക്കുമല്ലേ? SI പറയാണ്. അതിലെ പ്രതി വിക്രവും അവൻ്റെ കൂട്ടുകാരനാണോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. പക്ഷേ തെളിവുകളൊന്നുമില്ല. എങ്കിലും വഴിയിൽ വെച്ച് കണ്ടപ്പോൾ അതിനെപ്പറ്റി ഞാൻ അവനോട് സംസാരിച്ചു. അപ്പോൾ അവൻ്റെ തിരിച്ചുള്ള പെരുമാറ്റം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആരും തല്ലിപ്പോകുന്ന രീതിയിൽ അവൻ സംസാരിച്ചത്, അതുകൊണ്ടാണ് ഞാൻ തല്ലിയത്. അപ്പോൾ SI വക്കീലിനോട് പറയുന്നുണ്ട്, വക്കീൽ സാറിന് അറിയാലോ, ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ ഞങ്ങൾക്ക് കേസ് എടുത്തേ പറ്റൂ. ഇനി എന്തായാലും കോടതി തീരുമാനിക്കട്ടെ. അപ്പോൾ കല്യാണി ആത്മാർത്ഥതയോടെ പറയാണ്, ഒരു കുഴപ്പമില്ല സാർ, കോടതിയിൽ പോവാൻ ഞാൻ തയ്യാറാണ്. ഇനി അവനെ തല്ലിയതിൻ്റെ പേരിൽ ജയിലിൽ കിടക്കേണ്ടി വന്നാലും അതിലെനിക്ക് സന്തോഷമാണ്. അപ്പം വക്കീലും പറയുന്നുണ്ട്, ഏതായാലും സോണി മാഡം ഒരു കേസ് ഇവിടെ ഫയൽ ചെയ്തിട്ടുണ്ടല്ലോ, ആ മോഷണത്തെ പറ്റി ഊർജിതമായൊരു അന്വേഷണം നടത്തണം. അപ്പോൾ SI പറയുന്നുണ്ട്, ഫോറൻസിക് ലാബിൽ നിന്നും ആൾക്കാർ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ട്, വിരലടയാളമൊക്കെ എടുത്തു കഴിഞ്ഞു. വിക്രമാണ് പ്രതിയെങ്കിൽ ഉടൻ തന്നെ അവനെ പോലീസ് പൊക്കിയിരിക്കും. അപ്പം കല്യാണി പറയുന്നുണ്ട്, അന്നൊരു മാലമോഷണ കേസ് ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്ന് അവൻ രക്ഷപ്പെട്ടത് ആ കേസിലെ ഇതായിട്ടുള്ള ദേവകി അമ്മ മൊഴിമാറ്റി പറഞ്ഞതുകൊണ്ട് മാത്രമാണ്. അന്നവർ മൊഴിമാറ്റാനുണ്ടായ കാരണം സാറിനറിയാലോ. അപ്പോൾ SIയും പറയുന്നുണ്ട്, വ്യക്തമായിട്ട് അറിയാം. വിക്രം ഇപ്പോഴും പോലീസിൻ്റെ നോട്ടപ്പുള്ളി തന്നെയാണ്. അവൻ്റെ കൂട്ടുകാരും ക്രിമിനൽസാണ്. പിന്നെ അതിൻ്റെയൊക്കെ ഇടയ്ക്ക് പെങ്ങളെ കോടതി കയറ്റാനും ജയിലിലേക്ക് പറഞ്ഞു വിടാനും ഒക്കെ അവനൊരു സുഖമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കേസ് ഫയൽ ചെയ്തത്. അപ്പോൾ കല്യാണി പറയുന്നുണ്ട്, സാരമില്ല സാർ, നിയമത്തിൻ്റെ വഴിക്ക് തന്നെ പോട്ടെ. ശരി, എന്നാൽ ഇതിലൊന്ന് സൈൻ ചെയ്തേക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബുക്ക് കൊടുക്കുകയാണ്. അപ്പോൾ കല്യാണി അതിൽ സൈൻ ചെയ്തതിന് ശേഷം പറയുന്നുണ്ട്, എൻ്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷേ സോണിക്കും അവളുടെ ഭർത്താവിനും ഉറപ്പായും നീതി കിട്ടണം. ആ മോഷണം നടത്തിയത് ആരായാലും അവരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം.
എന്നിട്ട് കല്യാണി അഡ്വക്കേറ്റും കൂടെ അവിടെ നിന്ന് പോവുകയാണ്. വീട്ടിലെത്തിയ ശേഷം കിരൺ കല്യാണിയോട് ചോദിക്കുന്നുണ്ട്, അല്ല നമുക്ക് നല്ലൊരു വക്കീലിനെ വെക്കണ്ടേ? എന്തിനെന്നോ? കല്യാണി കേസ് നമുക്ക് ജയിക്കണ്ടേ? അതിന് എനിക്കൊരു വക്കീലിനെ വേണ്ട. പിന്നെ എൻ്റെ കേസ് വാദിക്കാൻ പോകുന്നത് ഞാൻ തന്നെയാ. കിരൺ ശരിക്കും ഷോക്കായി പോവാണ് കല്യാണിയുടെ സംസാരം കേൾക്കുമ്പോൾ. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട്, എന്തൊക്കെയാ കല്യാണി നീ പറയുന്നേ? നിനക്ക് കോടതിയിലെ പ്രൊസീജിയറൊക്കെ അറിയാമോ? അവനവൻ്റെ കേസ് അവനവനെ തന്നെ വാദിക്കാമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതിനുള്ള സംവിധാനം കിരണേട്ടൻ എനിക്ക് ഒരുക്കി തന്നാൽ മതി. അപ്പോൾ കിരൺ വീണ്ടും പറയുന്നുണ്ട്, നമ്മുടെ കമ്പനി വക്കീലുണ്ട്, കേസ് അദ്ദേഹത്തിനെ ഏൽപ്പിച്ചാൽ പോരെ? അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം, കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാൻ. പക്ഷെ അതിനുശേഷം കോടതിയിൽ പ്രസൻ്റ് ആവാൻ പോകുന്നത് ഞാനാ. പക്ഷേ കിരണിന് അതിനോട് യോജിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കിരൺ വീണ്ടും പറയാണ്, എൻ്റെ കല്യാണി, സകല ക്രിമിനൽസിനെയും രക്ഷിക്കുന്ന വക്കീലന്മാരുണ്ട് ഇവിടെ. ആയിക്കോട്ടെ, പക്ഷെ ഇവിടെ എൻ്റെ കേസ് ഞാൻ തന്നെയാണ് വാദിക്കുന്നത്. ഇവിടെ എൻ്റെ ഭാഗത്താ ന്യായം. അതുകൊണ്ട് എനിക്ക് കോടതിയിൽ പറയാനും വാദിക്കാനും ഒരുപാടുണ്ട്. പ്രത്യേകിച്ച് വിക്രത്തിൻ്റെ കാര്യത്തിൽ ഒരുപാട് തെളിവുകൾ അവനെതിരെ സംസാരിക്കും. പക്ഷെ എന്നിട്ടും കിരണിന് അംഗീകരിക്കാൻ പറ്റുന്നില്ല. അവൻ പറയുന്നുണ്ട്, നിനക്ക് ശബ്ദം കിട്ടിയതിന് ശേഷം നീ പല കാര്യങ്ങൾക്കും ഓവർ കോൺഫിഡൻസ് ആണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും കല്യാണി പറയാണ്, എനിക്ക് ഉറപ്പാ നമ്മുടെ ഭാഗത്ത് ന്യായമുള്ളത് കൊണ്ട് നമ്മൾ ജയിക്കുമെന്ന്. അപ്പോൾ കിരൺ പറയാണ്, നീ വിക്രത്തിനെ തല്ലിയതിന് തെളിവുകളുണ്ട്. പൊതുനിരത്തിൽ വെച്ചാണ് നീ വിക്രത്തെ തല്ലിയത്. എന്നാൽ ആൽബിയുടെ തലക്കടിച്ചത് വിക്രമും കൂട്ടുകാരുമാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ തെളിവുകളൊന്നുമില്ല. ഒക്കെ കേട്ടിട്ടും വീണ്ടും കല്യാണി പറയാണ്, എനിക്കൊപ്പം കിരണേട്ടൻ നിൽക്കണം, ഒരിക്കലും എന്നെ എതിർക്കരുത്. എനിക്ക് ഈ കേസ് സ്വയം ഏറ്റെടുത്തേ പറ്റൂ. അവൻ എനിക്കെതിരെ കേസ് കൊടുത്തെന്ന് അറിഞ്ഞപ്പോൾ മുതൽ ഞാൻ എടുത്തൊരു ഉറച്ച തീരുമാനമാണിത്. ഇനി കല്യാണിയോട് പറഞ്ഞിട്ട് കാര്യമില്ലെന്ന് കിരണിന് മനസ്സിലായി. പക്ഷെ അതിനോടൊട്ട് യോജിക്കാനും സാധിക്കുന്നില്ല. കിരൺ പറയുന്നുണ്ട്, നിന്റെ തീരുമാനം ഞാനെന്നല്ല, എൻ്റെ അമ്മയും അച്ഛനും പോലും അംഗീകരിക്കില്ല, നിന്റെ അമ്മ പോലും. അപ്പം കല്യാണി പറയുന്നുണ്ട്, ആരംഗീകരിച്ചില്ലേലും ശരി, കിരണേട്ടൻ എൻ്റെ കൂടെ നിന്നാൽ മതി, അതാണ് എൻ്റെ ധൈര്യം. കിരൺ ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്ന കണ്ടപ്പം കല്യാണി പറയുന്നുണ്ട്, കിരണേട്ടാ ഇനി ഒന്നും ആലോചിക്കാനില്ല, ഇതിനു വേണ്ടി ഇനിയൊരു വക്കീലിനെ വെക്കണ്ട. ഒരാളുടെ സഹായം മാത്രം എനിക്ക് മതി, ബാക്കിയൊക്കെ ഞാൻ പഠിച്ചെടുത്തോളാം. കല്യാണി കോൺഫിഡൻസോട് കൂടി പറഞ്ഞിട്ടാണ് അവിടുന്ന് പോകുന്നത്. ശേഷം വീണ്ടും കിരൺ ആലോചിക്കുന്നത് കല്യാണിയുടെ വാക്കുകൾ തന്നെയാണ്, കിരൺ ഒപ്പം നിൽക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്ന വാക്കുകൾ. അങ്ങനെയാണ് ഇന്നത്തെ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നത്.